ഇന്നുണ്ടല്ലോ നമുക്കൊരു വിദേശ പഴം പരിചയപ്പെട്ടാലോ. കാരണം നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല എങ്കിലും ഇപ്പോൾ പല നേഴ്സറികളിലും അതേപോലെ തന്നെ പല വീടുകളിലും എനിക്ക് തോന്നുന്നു വിദേശ മലയാളികളാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ കേരളത്തിൽ എത്തിച്ചത്. കാരണം ഇത് നമ്മുടെ ഉഷ്ണമേഖലാ പഴമായിട്ട്, കാരണം നമ്മുടെ ഒരു ഉഷ്ണമേഖലാ പ്രദേശമാണല്ലോ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്ന ഒരു പഴമാണിത്. ഇത് നമുക്ക് വിദേശത്ത് നിന്ന് തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഫാം ഹൗസുകളിലും അതേപോലെ നേഴ്സറികളിലും ഒക്കെ ഈ ഒരു ചെടി വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു പഴത്തെക്കുറിച്ച് ആദ്യം കേട്ടപ്പം നമുക്കും അറിയില്ല ഇങ്ങനൊരു പഴം ഉണ്ട് എന്നുള്ളത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പഴങ്ങളെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടികളിലും നിറയെ കായ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു പീനട്ട് ഫ്രൂട്ടാണ് കേട്ടോ. കടലപ്പഴം എന്ന് പറയും. കടലയുടെ ടേസ്റ്റ്, നമ്മൾ പീനട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് നമ്മുടെ കടലയാണ്. മസാല കടല, അതേപോലെ പീനട്ട് മസാല, റോസ്റ്റ് കടല, മറ്റേ മസാല ഇട്ടിട്ട് എന്താണ് റോസ്റ്റ് ചെയ്തെടുക്കുന്ന കടല. പല വെറൈറ്റി കടലയുടെ പല വെറൈറ്റി കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലും പീനട്ടൊക്കെ ചേർക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. മിക്സറിൽ ഉണ്ടാവുന്ന കടല, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ മിക്സറൊക്കെ കഴിക്കാൻ തരുമ്പോഴത്തേക്ക് അതിനൊന്ന് കടല മാത്രം പെറുക്കി തിന്നുന്നൊരു പതിവുണ്ട്. അപ്പോൾ അങ്ങനെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളും, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കടല എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെയിം ടേസ്റ്റും അതിൽ കുറച്ചുകൂടെ കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് നമ്മുടെ ഈ പീനട്ട് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ചെടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കാപ്പി ചെടിയുടെയൊക്കെ ഇതിലാണ്. കാപ്പിയാണെന്ന് ഞാൻ പറയുന്നില്ല, കറക്റ്റ് ഒരു കാപ്പി ചെടിയുടെ ഷേപ്പിലാണ്. അതിൽ കായകൾ ഉണ്ടാവുന്നു. അതേപോലെ കാപ്പി ചെടിയിലാണെങ്കിൽ തണ്ടുകളിൽ ഇങ്ങനെ കായ് ഇങ്ങനെ നല്ല കട്ടയ്ക്ക് ഒരു കുറേ കായ്കൾ ഉണ്ടാവും. ഇതിൽ അങ്ങനെയല്ല, എങ്കിലും അത്യാവശ്യം ഒരു 10-20 എണ്ണമൊക്കെ ആയിട്ട് കായ്കൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് ആ കായ കേട്ടോ. ഇത് ഒരുമാതിരി പഴുത്ത് നിൽക്കുന്ന കായാണ്. ഇതിൽ പൂ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ഷെയ്ഡിനാണ് കേട്ടോ. നമ്മുടെ കണിക്കൊന്നയൊക്കെ ഇല്ലേ, കണിക്കൊന്നയുടെയൊക്കെ അതിലും കുറച്ചും കൂടി ബ്രൈറ്റാണ്, നല്ല ഭംഗിയാണ് ആ പൂ നിൽക്കുന്നത് കാണാനായിട്ട്. അതിനുശേഷം അതിൽ നിന്ന് കായ ഉണ്ടാവുന്ന ഒരു പച്ച കളറിലാണ് അത് കായ ഉണ്ടാകുന്നത്. അത് ഉണ്ടാകുന്ന സമയത്ത് ചെറുതായിരിക്കും. പിന്നെ അതിങ്ങനെ വലുതായി വരുന്തോറും അതിൻ്റെ കളറ് മൂത്ത് വരുന്തോറും അതിൻ്റെ പച്ചപ്പ് കൂടി വരും. പിന്നെ ഒന്ന് മൂത്ത് ഒരു ചെനച്ച് പാകമാകുന്ന സമയത്ത് അതിനകത്തൊരു യെല്ലോ ഷെയ്ഡ് കളന്നിട്ട് ഒന്ന് ചെനച്ച് വരുന്ന സമയം, അത് കഴിഞ്ഞിട്ട് ഇത് പഴുക്കുന്ന സമയം നല്ല പക്ക റെഡ് കളറായിരിക്കും. ഒരു ഓറഞ്ച് കളർ കൂടിയിട്ടാണ് ചെനച്ച് വരുന്ന സമയത്ത് ഉണ്ടാവുക. ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല, പക്ഷേ ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല റെഡ് കളറാവും. അപ്പോൾ പഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് സ്കിന്നാണ്. അതിങ്ങനെ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പോരും. അത് കഴിക്കാനും ടേസ്റ്റാണ്. നമ്മൾ പീനട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അതിനെ പീനട്ട് ഫ്രൂട്ട് എന്ന് പറയാനും കാരണം. ഇതിൻ്റെ ഒരു കായ ഉണ്ടല്ലോ, ആ പച്ച കളറിൽ മൂക്കുന്നതിന് മുമ്പ് വെച്ചാൽ നല്ല ചെനച്ച് വരുന്നതിന് മുമ്പായിട്ടൊക്കെ പുറത്തുള്ളവരൊക്കെ ഇത് കറി വെക്കാനായിട്ടൊക്കെ കറിക്കൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും കൂടുതലാണ്. കാരണം ഇതിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ വളരെ നല്ലതാണ് ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത്. ഇത് ഞാനെന്ന് പറഞ്ഞാൽ കഴിച്ച് കാണിക്കാം, പക്ഷേ ഇത് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് പഴുത്ത പഴം ഇതിലില്ല, എല്ലാം ഒന്ന് ചെനച്ച് കിടക്കുന്നതേ ഉള്ളൂ. അത് ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു മധുരവും കിട്ടത്തില്ല അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ. ജസ്റ്റ് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങളെ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഷുഗറുകാർക്കും ഇത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇതിന് ആർട്ടിഫിഷ്യലായിട്ടുള്ള മധുരങ്ങളൊന്നുമില്ല, നാച്ചുറൽ മധുരങ്ങളാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് വലിയ മധുരമുള്ള പഴമല്ല. എന്നാൽ അതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് സ്കിന്നാണ് കേട്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല വായിലിട്ടാൽ നമ്മൾ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് അത് കഴിക്കാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഉണ്ടല്ലോ, ഇത് നമ്മൾ ജാം അതേപോലെ തന്നെ പേസ്ട്രി, കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടങ്ങളിൽ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കൂടെ മിക്സായിട്ട്, പീനട്ടിന് പകരം അതിൻ്റെ കൂടെ മിക്സായിട്ട്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് അതിനുണ്ടാവും. പിന്നെ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു പുറന്തോട്, അതിൻ്റെ ആ ഒരു റെഡിഷ് വരുന്ന ഭാഗം, ആ തൊലി അകത്തുള്ള ആ സ്മൂത്ത്നെസ് ആയിട്ടുള്ള ആ ഒരു പൾപ്പൊക്കെ കൂടെ ഇട്ടിട്ട് മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. കാരണം അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് പാലിൻ്റെ കൂടെയും കൂടി ആകുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റ് അല്ലേ വരുന്നത്. അങ്ങനെയുള്ളവരാണ്, പുറത്തുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓവറായിട്ട് നമുക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി, നമ്മൾ ഫുഡീസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരുപാട് ആഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ശരീരഭാരം വല്ലാണ്ട് അങ്ങ് ഉയർന്നു വരും. അപ്പം നമ്മുടെ വണ്ണവും കൂടും, വയറ് ചാടും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഈ ഒരു ഫ്രൂട്ട് നമ്മൾ ഇടയ്ക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഒരു 3-4 എണ്ണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അധികം ഭക്ഷണം കഴിക്കാതെ അതിലൂടെ നമുക്ക് നമ്മുടെ അമിതഭാരം കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം
ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ചില സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഇത്. പിന്നുണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് ഈ ഒരു പഴത്തിനകത്ത് വിറ്റാമിൻ എ, വിറ്റാമിൻ സി, സിങ്ക് ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരു പരിധി വരെ ഇത് സഹായിക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഫ്രൂട്ടിനകത്ത് നമുക്ക് നാരുകൾ അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട്, അത് കാരണം ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും നമ്മുടെ വയറിൻ്റെ മലബന്ധം പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവായി വയറൊക്കെ സ്മൂത്ത് ആവാനും ഒക്കെ ഒരു പരിധി വരെ ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ഫ്രൂട്ട് പഴുത്തിട്ടില്ല, ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു കളർ നമുക്ക് കാണുമ്പോൾ അറിയാം, നല്ലൊരു റെഡ് കളറാവും. ഇതൊരു ചെനച്ച ഭാഗമേ ആയിട്ടുള്ളൂ, നല്ല കട്ടിയാണ്. ഇങ്ങനെയല്ല പഴുത്തു കഴിഞ്ഞിരിക്കുന്ന, ഭയങ്കര സോഫ്റ്റാണ്. നമ്മളിങ്ങനെ വായിലേക്ക് ഇട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇത്. നമുക്ക് എത്രത്തോളം ഒരു കമർപ്പുണ്ടാവും ഇത് കടിച്ച് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും. പഴുത്തത് കഴിക്കാനാണ് ആ ഒരു പീനട്ടിൻ്റെ ടേസ്റ്റ് വന്നത്. എന്തായാലും ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. കഴിക്കുവാണ് ഞാൻ. ഈ ഒരു ഭാഗത്തിനും കറി വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വിദേശികളൊക്കെ അതുകൊണ്ടായിരിക്കും ഇതെടുത്തിട്ട് കറി വയ്ക്കുന്നത്. ആ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ഒരു സോഫ്റ്റ്നെസ് വന്നില്ല, പച്ച ആയതുകൊണ്ട്, ഒരു ചെനച്ച ഭാഗം ആയതുകൊണ്ട് തന്നെ. പിന്നെ കമർപ്പൊന്നും വലിയ കാര്യമായിട്ടില്ല. പിന്നെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്, നമുക്കത് പറയാൻ പറ്റില്ല. പീനട്ടിൻ്റെ ടേസ്റ്റാണ്, പക്ഷേ ഇത് പഴുക്കാത്തതുകൊണ്ട് അതിൻ്റെതായ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഈ ഒരു പഴം എന്ന് പറയുന്നത് നമ്മൾ വിറ്റാമിനുകളുടെയും മിനറലുകളുടെയും ഒക്കെ ഒരു ഉറവിടം എന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ സാധാരണ പറയുന്നത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള മിക്ക പോഷകങ്ങളും ഓരോ ഫ്രൂട്ട്സിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പീനട്ട് ഫ്രൂട്ടും. ഇത് ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടുണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കോശങ്ങളുടെയൊക്കെ നാശം തടയാനും, കോശങ്ങൾ അതുപോലെ മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാവാതെ, കാരണം നമ്മുടെ കോശങ്ങളൊക്കെ നശിച്ചു പോകുമ്പോൾ നമുക്ക് ഓരോ അസുഖങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു പരിധി വരെ സഹായിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു പീനട്ട് ഫ്രൂട്ട്. അപ്പോൾ ഈ ഒരു പഴത്തെക്കുറിച്ച് എൻ്റെ അറിവിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നഴ്സറികളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാം ഹൗസുകളിലോ എവിടെയെങ്കിലും ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ടുണ്ടെങ്കിലോ കഴിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് നമ്മളുമായിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലത്തുള്ള വിദേശികളും സ്വദേശികളുമായിട്ടുള്ള പഴങ്ങളും ചെടികളും ഫ്രൂട്ട്സുകളും അങ്ങനെയുള്ള പല വെറൈറ്റികളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും കേട്ടോ വീഡിയോസുമായിട്ട്. അപ്പോൾ എന്തായാലും ബൈ ബൈ.